ഓക്കെ സ്റ്റുഡൻസ്, നമ്മളിന്ന് 4th ചാപ്റ്ററാണ് പഠിക്കുന്നത്, ഒബ്ജക്ട്സ് ഇൻ വേർഡ് 2013. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 3rd ചാപ്റ്റർ പഠിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ വേർഡിന് കുറച്ച് ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ട്, അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. മെയിനായിട്ടും വേർഡ് ആർട്ട്, അതേമാതിരി വേർഡ് ആർട്ടിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. വേർഡ് ആർട്ട്, പിക്ചേഴ്സ് ആൻഡ് ടെക്സ്റ്റ്, ഇതിനൊക്കെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേർഡ് ആർട്ട് കണ്ടു കാണുമല്ലോ. വേർഡ് ആർട്ട് എന്ന് വെച്ചാൽ എന്താ? വേർഡ് ആർട്ട് നിങ്ങൾ വേർഡ്സിൽ നമുക്ക് ഓരോ സ്റ്റൈലിലും കളറിലും ഒക്കെ ഓരോ വേർഡ് കൊടുത്ത് പല സ്റ്റൈലിലും ചെരിച്ച് വേണമെങ്കിൽ ചെരിച്ച് അങ്ങനെയൊക്കെ ഡിസൈനിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് വേർഡ് ആർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേർഡ് ആർട്ട് എന്ന് വെച്ചാൽ എന്താ? വേർഡ് ആർട്ട് ഈസ് എ ടെക്സ്റ്റ് സ്റ്റൈലിംഗ് ഫീച്ചർ. അപ്പോൾ എന്താ വേർഡ് ആർട്ട് എന്ന് പറയുന്നത്? ഒരു ടെക്സ്റ്റ് സ്റ്റൈലിംഗ് ഫീച്ചറാണ്. അപ്പോൾ ഇത് വെച്ച് എന്തൊക്കെ ചെയ്യാം? നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റിന് സ്റ്റൈൽ കൊടുക്കണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു വേർഡ് ആർട്ട് ഗാലറി ഉണ്ട്. അപ്പോൾ ആ ഗാലറിയിലാണ് നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്. ആ സ്റ്റൈൽസ് നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൽ പല രീതിയിലുള്ള ആർട്സ് കൊണ്ടുവരാൻ പറ്റും. ഷേപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളേഴ്സൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ദ ഷേപ്പ് ആൻഡ് ഫോർമാറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേർഡ് ആർട്ട് ഒബ്ജക്റ്റ് ആർ കോൾഡ് വേർഡ് ആർട്ട് സ്റ്റൈൽസ്. അപ്പോൾ നമ്മൾ ഓരോ ഫോർമാറ്റിംഗ് ഷേപ്പ് എന്ന് വെച്ചാൽ നമുക്ക് പല ഷേപ്പിലുള്ള വേർഡ്സ് നമുക്ക് സെമി സർക്കിളായിട്ട് ഒരു വേർഡിനെ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ, ചെരിച്ച് വേണമെങ്കിൽ അങ്ങനെ, അതിന് പല കളർ കൊടുക്കാം, പല ഫോണ്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേർഡ് ആർട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് വേർഡ് ആർട്ട് സ്റ്റൈല് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു വേർഡ് ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു വേർഡ് ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ആദ്യം നമ്മൾ എവിടെയാണോ നമുക്കൊരു വേർഡ് ആർട്ട് വരേണ്ടത് അവിടെ നിങ്ങൾ കർസർ പ്ലേസ് ചെയ്യുക. പ്ലേസ് ദ കർസർ ഇൻ ദ പൊസിഷൻ വെയർ യു വാണ്ട് ടു ഇൻസേർട്ട് വേർഡ് ആർട്ട് ഒബ്ജക്റ്റ്. വേർഡ് ആർട്ട് ഒബ്ജക്റ്റ് എവിടെയാണോ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം? കർസറിനെ പ്ലേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് വേർഡ് ആർട്ട് ബട്ടൺ ഉണ്ടാവും. ആ ബട്ടണിൽ ടെക്സ്റ്റ് ഗ്രൂപ്പ് വരും. അതിൽ നിന്ന് നിങ്ങൾ വേർഡ് ആർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റൈൽ കിട്ടും. നിങ്ങൾ ഇൻസേർട്ട് ബട്ടണിലൊക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേർഡ് ആർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ വരും. അതെടുത്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇങ്ങനെയൊരു സ്റ്റൈൽസ് കിട്ടും. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട സ്റ്റൈൽ സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ മിസ്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് വേർഡ് ആർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ മാറ്റാൻ പറ്റും. അതിനാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേർഡ് ആർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓരോ സ്റ്റൈൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ വേർഡ് ആർട്ട് ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബുണ്ട്. ആ ടാബിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പം നമുക്ക് കളർ മാറ്റണമെങ്കിൽ നമുക്ക് കളർ മാറ്റാം. അതിൻ്റെ എഫക്റ്റ് മാറ്റണമെങ്കിൽ എഫക്റ്റ് മാറ്റാം. അങ്ങനെ പല രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേർഡ് ആർട്ട് നമ്മൾ വേർഡിൽ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വേർഡ് ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് വേർഡ് ആർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വേർഡ് ആർട്ട് കൊടുക്കണമെങ്കിൽ എവിടെ പോകേണ്ടത്? ഇൻസേർട്ടിൽ പോകണം. ഇൻസേർട്ടിൽ ഇവിടെ നിങ്ങൾ വേർഡ് ആർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ലേ? അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ കണ്ട പോലെ നമുക്ക് വേർഡ് ആർട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് വന്നല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് സ്റ്റൈലാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ മിസ് ഇതിൽ ഈ സ്റ്റൈല് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ വേർഡ് ആർട്ട് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് വന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് ഇത് കളഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഫോർമാറ്റിൽ സ്റ്റൈലിൽ നമുക്ക് വേർഡ് ആർട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേർഡ് ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക?
നിങ്ങൾ ഇൻസേർട്ട് എടുക്കുക, അവിടെ വേർഡ് ആർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? വേർഡ് ആർട്ട് കിട്ടും. എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടത് അത് അവിടെ കൊണ്ട് വയ്ക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വേർഡ് ആർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇപ്പം നമുക്കിതിൽ ഇഷ്ടമുള്ള രീതിയിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഡിസൈനാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വേർഡ് ആർട്ട് ചെയ്ത് കിട്ടും. പിന്നെ നമുക്കതിന് എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫോർമാറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. പിന്നെ എന്താ കളർ വേണ്ടത്? ഇപ്പം നമ്മൾ ഇവിടെ കണ്ടത് ബ്ലൂ അല്ലേ, ബ്ലൂ കളർ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, അതിൻ്റെ ഔട്ട്ലൈൻ മാറ്റാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫോർമാറ്റ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വേർഡിലാണ് നമുക്ക് ഫോർമാറ്റിംഗ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഫോർമാറ്റ് വേർഡ് ആർട്ട് സ്റ്റൈൽസ് കിട്ടും അല്ലേ. അപ്പോൾ ആ വേർഡ് ആർട്ട് സ്റ്റൈൽസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കിവിടെ കുറേ കാര്യങ്ങൾ അവർ തരും. ഷാഡോ ആയിട്ട് വേണോ, റിഫ്ലക്ഷൻസ്. ഇപ്പോൾ ഷാഡോ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എത്രത്തോളം വേണം, അതിൻ്റെ സൈസ്, ബ്ലർ. ഇപ്പോൾ ഇത് നമ്മൾ കൂട്ടിയും കുറച്ചും കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റും. ഓക്കെ, ഇനി റിഫ്ലക്ഷൻ വേണമെങ്കിൽ അത് എത്രത്തോളം വേണം, അതൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചും നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ ചേഞ്ചസ് വരും കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് എന്തൊക്കെയാണോ കൊടുക്കുന്നത് അതനുസരിച്ച് ചേഞ്ചസ് വരും. ഇതുണ്ടോ? അപ്പോൾ ഇതിവിടെ ചേഞ്ച് വന്നില്ലേ? നമുക്ക് ഇത് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ഫോർമാറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോർമാറ്റ് ഇതുണ്ട്. ഇപ്പോൾ ഷാഡോ വന്നു. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ കളർ മാറ്റാം. അപ്പോൾ നമുക്ക് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വേർഡ് ആർട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ, അല്ലെങ്കിൽ വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വേർഡ് ആർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പം നമ്മളിത് ഫോർമാറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങളിത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതല്ലേ കംപ്ലീറ്റ് നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടത്. നമ്മളിത് ഫോർമാറ്റ് ചെയ്യാൻ പോകണം. ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് വേർഡ് ആർട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആദ്യത്തെ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫില്ലാണ്. അത് നമുക്ക് ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കളർ മാറ്റാനാണ് ടെക്സ്റ്റ് ഫില്ല് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ ഏത് കളറാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂസ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ എഫക്ട്സ് വരുന്നത്. ഇപ്പോൾ ഷാഡോ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ടെക്സ്റ്റിന് ഷാഡോ ആയിട്ടുള്ള ഒരു എഫക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ റിഫ്ലക്ഷൻ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ സ്റ്റൈൽ കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു റിഫ്ലക്ഷൻ പോലെ വന്നില്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് പല രീതിയിൽ ഇപ്പോൾ 3D ഒബ്ജക്റ്റ് ഇതുണ്ടോ നമുക്ക് ചെരിഞ്ഞ്, അപ്പോൾ പല രീതിയിൽ എങ്ങനെയാണ് നമുക്ക് വ്യൂ ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു രീതി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിനെ ഡിസൈൻ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർമാറ്റ് ചെയ്യാൻ പഠിച്ചല്ലോ, എങ്ങനെയാണ് വേർഡ് ആർട്ട് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. വേർഡ് ആർട്ട് കൊടുക്കാൻ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വേർഡ് ആർട്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ഒരു വേർഡ് ആർട്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെ അത് വരുന്നതായിരിക്കും. എന്നിട്ട് ഈ യുവർ ടെക്സ്റ്റ് ഹിയർ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് എന്ത് വേണം എഴുതാനുള്ളത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സെലക്ട് ചെയ്യുക. വേർഡ് ആർട്ട് സ്റ്റൈല് ഉള്ള ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം, അതിൻ്റെ എഫക്ട്സ് ചേഞ്ച് ചെയ്യാം. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത്
കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പല രീതിയിൽ ആക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഇതുണ്ടോ, റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 90 ഡിഗ്രി ഉണ്ട്, റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 270 ഡിഗ്രി ഉണ്ട്. ഞാനിപ്പം 90 ഡിഗ്രി ചെയ്തപ്പോൾ ഇത് കണ്ടോ ചെരിഞ്ഞ് വന്നത് കണ്ടോ, ഒരു സൈഡിലേക്ക് മാറിയത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ടെക്സ്റ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 270 ആണെങ്കിലോ, 270 ആണെങ്കിൽ അതിൻ്റെ വ്യത്യാസം വന്നു. ഇപ്പം നമ്മൾ ഹൊറിസോണ്ടലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നോർമലായിട്ട് വരും. ഇത്രയൊക്കെയാണ് നമ്മുടെ വേർഡ് ആർട്ട് ഓപ്ഷൻസ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു സിമ്പിൾ കാണാൻ പറ്റുന്നില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു സിമ്പിളിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടോ ഏത് വശത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് വേർഡ് ആർട്ടിൻ്റെ കാര്യങ്ങൾ. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.